ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര എന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 3-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ ചിന്തിക്കാം ഇന്ന് ആഗ്രഹിക്കുകയാണ്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ ലഭിക്കുന്ന വിടുതലിൻ്റെ സാക്ഷ്യം വിളിച്ചു പറയുന്ന സങ്കീർത്തനമാണിത്. ഇതിൻ്റെ ആമുഖത്തിൽ തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാം. ജീവിതത്തിൽ ഒരു മനുഷ്യന് നേരിടേണ്ടി വരുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ ദുരവസ്ഥയാണ് സ്വന്തം മക്കളെ ഭയന്ന് ജീവിക്കേണ്ടി വരികയോ ഒളിച്ചു പാർക്കേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥ. ദാവീദ് ഇപ്പോൾ അത്തരമൊരു ദുര്യോഗത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ദാവീദിന് 8 ഭാര്യമാരിലൂടെ 19 മക്കളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ബത്ശേബയുടെ മകനായ ശലോമോനെയാണ് തൻ്റെ അനന്തര അവകാശിയായി അവരോധിക്കുവാൻ ദാവീദ് ആഗ്രഹിച്ചത്. എന്നാൽ അധികാര കൊതിയനും ചതിയിലൂടെ തൻ്റെ പിതാവിനെ തന്നെ വകവരുത്തി അധികാരം പിടിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചവനുമായ അബ്ശാലോം എന്ന മകൻ കുറുക്ക് വഴികളിലൂടെ രഹസ്യ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു. ദാവീദിൻ്റെ മന്ത്രിയായിരുന്ന അഹീതോഫേലിനെയും ദാവീദിൻ്റെ അനേക വിശ്വസ്തന്മാരെയും തൻ്റെ വശത്താക്കുന്നു. കുതന്ത്രങ്ങളിലൂടെ ജനങ്ങളുടെ പിന്തുണയും അവൻ ആർജിക്കുന്നു. തുടർന്ന് ഹെബ്രോനിൽ ഒരു യാഗം കഴിക്കുവാനെന്ന വ്യാജേന പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും കൂട്ടിവരുത്തി അവിടെ വച്ച് താൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതായി സ്വയം പ്രഖ്യാപനം നടത്തുന്നു. ഈ വിവരം അറിഞ്ഞ ഉടനെ ദാവീദ് വളരെയേറെ ദുഃഖിതനും ഭയചകിതനും ആകുന്നു. അബ്ശാലോം സൈന്യവുമായി കടന്നു വന്ന് തൻ്റെ കൂടെയുള്ളവരെയും തന്നെയും കീഴ്പ്പെടുത്തി കൊട്ടാരത്തിൽ അധികാരമുറപ്പിക്കും എന്ന ഭയത്താൽ വനാന്തരത്തിലേക്ക് പലായനം ചെയ്യുന്നു. ഈ അവസരത്തിലും സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കൊണ്ട് ശൗലിൻ്റെ കുലത്തിൽപ്പെട്ട അഹങ്കാരിയായ ശിമയി എന്ന മനുഷ്യൻ ദാവീദിനെയും കൂട്ടരെയും ശപിച്ചും പരിഹസിച്ചും കല്ലുവാരിയെറിഞ്ഞും മണ്ണുവാരിയെറിഞ്ഞും നീ രക്തപാതകനാകയാൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത്, നീ നീചനാണ്, കൊലപാതകനാണ് എന്നെല്ലാം വിളിച്ചുകൂവി അധിക്ഷേപിക്കുന്നു. ഈ അവസരത്തിൽ അവനോട് കോപിക്കുകയോ വിരോധിക്കുകയോ ചെയ്യാതെ ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം മുറുകെ പിടിച്ചുകൊണ്ട് യഹോവേ, നീ എൻ്റെ ചുറ്റും പരിചയായിരിക്കണമേ, നീ എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നു. വനാന്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ഒളിച്ച് രഹസ്യമായി പാർക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രിയദാസനായ ദാവീദിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അപ്പന് നേരെ എഫ്രൈം വനാന്തരത്തിലൂടെ പട നയിച്ചു വന്ന അബ്ശാലോം ഒരു വലിയ കരുവേലക വൃക്ഷത്തിന് കീഴിൽ വന്നപ്പോൾ അവൻ്റെ സമൃദ്ധമായ മുടി കരുവേലകത്തിൽ ചുറ്റി അവൻ്റെ കാൽ കീഴിലൂടെ കോവർ കഴുത ഓടിപ്പോയി. അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കേണ്ട ഗതികേടിലായി. വിവരമറിഞ്ഞ ഉടൻ പടനായകൻ യോവാബ് 3 കുന്തങ്ങളുമായി കടന്നു വന്ന് അവൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. കൂടെ ഉണ്ടായിരുന്നവർ അവനെ അടിച്ചു കൊന്ന് അടുത്തുള്ള ഒരു കുഴിയിൽ മറവ് ചെയ്തു. മാതാപിതാക്കൾക്കെതിരെ കുതികാൽ ഉയർത്തി പടപൊരുതുന്ന എല്ലാ മക്കൾക്കും അബ്ശാലോം ഒരു പാഠമായിരിക്കട്ടെ. മകൻ്റെ മരണത്തിൽ ദാവീദ് ദുഃഖിതനായി എങ്കിലും ഒടുവിൽ സൈന്യാധിപനായ യോവാബ് അവനെ ആശ്വസിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് മടക്കി വരുത്തുന്നു. ഇത്രയും ഭീകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ദാവീദിൽ നാം കാണുന്ന 3 സ്വഭാവ സവിശേഷതകൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. 1, യഹോവയുടെ പെട്ടകം തൻ്റെ കൂടെ വനാന്തരത്തിലേക്ക് കൊണ്ടുപോകുവാൻ പുരോഹിതന്മാർ ചുമന്നു കൊണ്ടുവന്നപ്പോൾ ദാവീദ് അതിന് അനുവദിക്കാതെ ദേവാലയത്തിലേക്ക് മടക്കി അയക്കുന്നു. രാജാവിൻ്റെ വ്യക്തിപരമായ സുരക്ഷിതത്വത്തിന് യഹോവയുടെ പെട്ടകത്തിൻ്റെ സാമീപ്യം സഹായകമാകും എന്ന ചിന്തയിലാണ് പുരോഹിതന്മാർ അപ്രകാരം ചെയ്തത്. എന്നാൽ ദാവീദ് അതിന് നൽകിയ മറുപടി, ഞാൻ സുരക്ഷിതനായി മടങ്ങി വരണമെന്നാണ് യഹോവയ്ക്ക് ആഗ്രഹമെങ്കിൽ അപ്പോൾ തിരുനിവാസവും പെട്ടകവും ഞാൻ ദർശിച്ചു കൊള്ളാം. അല്ല, മറിച്ചാണ് യഹോവയുടെ ഇഷ്ടമെങ്കിൽ ഞാൻ ദൈവഹിതം സ്വീകരിച്ചു കൊള്ളാം. 2 ശമൂവേൽ 15:25 നാം വായിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ വസ്തുക്കൾ അതിൻ്റെ പവിത്രതയ്ക്ക് ഉചിതമല്ലാത്ത വിധം ഉപയോഗിക്കരുത്. മാത്രവുമല്ല, തൻ്റെ വ്യക്തിപരമായ സുരക്ഷിതത്വത്തിന് അതിനെ മറയാക്കരുത് എന്ന ദാവീദിൻ്റെ നിലപാട് ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇന്ന് പൗരോഹിത്യത്തെയും വിശുദ്ധ കൂദാശകളുടെയും ഒക്കെ പവിത്രത വളരെയേറെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ കച്ചവടം ആക്കുന്നവരും ആത്മീയതയെ അവഹേളിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലാഭം കൊയ്യുന്നവരുമെല്ലാം ദാവീദിൻ്റെ ഈ ധാർമ്മിക നിലപാട് തിരിച്ചറിയണം. രണ്ടാമതായി, തനിക്കെതിരെ പടനീക്കം നടത്തി രാജ്യം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന തൻ്റെ മകൻ ഇപ്പോൾ തൻ്റെ ശത്രുവും ചതിയനും ദ്രോഹിയുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും തൻ്റെ പടനായകരോട് അബ്ശാലോം കുമാരനോട് ദയവോടെ കൂടി മാത്രമേ പെരുമാറാവൂ എന്ന് നിർദ്ദേശം കൊടുക്കുന്നു ദാവീദ്. അവൻ്റെ പടുമരണ വാർത്ത അറിഞ്ഞപ്പോൾ അബ്ശാലോമേ, എൻ്റെ മകനെ എന്ന് നിലവിളിച്ചുകൊണ്ട്
കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുവാൻ ദാവീദ് വിസമ്മതിക്കുന്നു. ഇവിടെ പുത്രവാത്സല്യത്തിന്റെ അപാരത നാം ദാവീദിൽ കാണുകയാണ്. സ്വർഗത്തിലെ പിതാവിന്റെ ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ ആഴം അതേ അളവിൽ ദാവീദിൽ ഇവിടെ നാം കാണുന്നു. മൂന്നാമതായി, വനാന്തരത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സന്ദർഭത്തിൽ ശപിച്ചും പരിഹസിച്ചും തന്നെ ഉപദ്രവിച്ച ശിമെയിയോട് ക്ഷമിക്കുകയും അവനെ നിഗ്രഹിക്കുവാൻ ശ്രമിച്ച കൂടെ ഉണ്ടായിരുന്നവരെ അതിന് അനുവദിക്കാതെ അവനെ സ്നേഹിക്കുവാൻ അവരോട് ഉപദേശിക്കുകയും ചെയ്ത ദാവീദിന്റെ ക്ഷമയുടെ വലിപ്പവും നമുക്ക് പാഠമായിരിക്കണം. 7 വീതം 70 വട്ടം ക്ഷമിക്കണം എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ അനുയായികളായ നമ്മിൽ ക്ഷമയുടെ അളവ് എത്രമാത്രം ഉണ്ട് എന്ന് ഈ അവസരത്തിൽ സ്വയം ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. 3-ാം സങ്കീർത്തനവും അതിൻ്റെ പിന്നിലെ പശ്ചാത്തലവും എത്ര വലിയ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന് പാഠമായിരിക്കട്ടെ. ദൈവം ധാരാളമായി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഐസക് അച്ഛൻ.